നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ ദുരിതപ്പെയ്ത്ത് തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്, നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അന്ധകാരനഴിയിൽ പൊഴി മുറിച്ചു. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയാണ് പൊഴി മുറിച്ചത്. കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തം. കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിന് നേരിയ ശമനം. ചേർത്തല കടക്കരപ്പള്ളിയിൽ വീണ്ടും അമിതമായ വൈദ്യുതി പ്രവാഹം. വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റു. കടക്കരപ്പള്ളി 9-ാം വാർഡിൽ കല്യാണപ്പറമ്പിൽ വിജയലക്ഷ്മിക്കാണ് ഷോക്കേറ്റത്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്കും പേരക്കുട്ടിക്കും ഷോക്കേറ്റിരുന്നു. കാറിനുള്ളിൽ ആവേശം. സിനിമാ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ നടപടി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയാണ് നടപടി സ്വീകരിച്ചത്. ചേർത്തലയിലെ ലോട്ടറി ഓഫീസിന്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലാവുന്നു. BSNL കണക്ടിവിറ്റി ലഭിക്കാതെ വരുന്നതാണ് കാരണമെന്ന് പരാതി. സംസ്ഥാന സർക്കാരിന്റെ വിഷു ബമ്പർ 12 കോടി ആലപ്പുഴയിൽ. ആലപ്പുഴ കൈതവനയിൽ നിന്ന് അനിൽകുമാറിന്റെ ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഭാഗ്യം കടാക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിൽ ദുരിതപ്പെയ്ത്ത് തുടരുന്നു. താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിൽ. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയിൽ മഴ തുടരുകയാണ്. വീട്ടുമുറ്റത്ത് നിന്ന് തെങ്ങ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണ ചെട്ടിക്കുളങ്ങര കൊയ്പ്പള്ളി കാരായ്മ ചിറയിൽ കുളങ്ങര D അരവിന്ദും വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ എണ്ണക്കാട്ട് വില്ലേജിൽ പൊടിയമ്മയുമാണ് മരിച്ചത്. ബുധനാഴ്ച മാത്രം ജില്ലയിൽ 26 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. ചേർത്തല താലൂക്കിലാണ് വീട് പൂർണ്ണമായും നശിച്ചത്. ആലപ്പുഴ ചേർത്തല റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം മരം ഒടിഞ്ഞു വീണെങ്കിലും ആർക്കും പരിക്കില്ല. മാവേലിക്കര കായംകുളം റൂട്ടിൽ വലിയതുറ റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിലേക്ക് മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച അതിശക്തമായ മഴയായിരുന്നു ജില്ലയിൽ പെയ്തിറങ്ങിയത്. ദേശീയപാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളമാണ് നീളുന്നത്. പുന്നപ്ര ഭാഗത്ത് റോഡിലെ കുഴികളും വെള്ളക്കെട്ടും കാരണം യാത്ര ഏറെ ദുഷ്കരമാണ്. ഇതിനിടയിൽ അന്ധകാരനഴി പൊഴി ബുധനാഴ്ച രാത്രിയോടെ തുറക്കാനായത് ചേർത്തല താലൂക്കിലെ 7ഓളം പഞ്ചായത്തുകൾക്ക് ആശ്വാസമായി. ദേശീയപാതയോരത്ത് മുമ്പുണ്ടായിരുന്ന തോടുകൾ മൂടിയതോടെ കലവൂർ വളവനാട് മേഖലകളിൽ സർവീസ് റോഡുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിലായി. പാതിരപ്പള്ളി മുതൽ വളവനാട് വരെ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരത്തെ തോടുണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് റോഡരികിലെ മിക്ക തോടുകളും അടച്ചത്. മഴ കനത്തതോടെ ആലപ്പുഴ നഗരത്തിൽ AS കനാലിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന വീട്ടുകാർ വെള്ളക്കെട്ട് ഭീഷണിയിലായി. ആശ്രമം പൂന്തോപ്പ് വാർഡുകളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായത്. രാത്രി മഴ ശക്തമായതോടെ ഒട്ടേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൊമ്മാടി പാലത്തിന് താഴെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിലാണ്. വെള്ളക്കെട്ടുണ്ടായ പല സ്ഥലങ്ങളിലും ഫയർഫോഴ്സിന്റെ സേവനം വളരെ വലുതായിരുന്നു. ന്യൂസ് ഡെസ്ക് ടൈം ആലപ്പുഴ. കായംകുളം മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ട്. കായംകുളം നഗരസഭാ പരിധിയിലെ ചേരാവള്ളി, മുരുക്കമ്പുഴ തെക്ക് പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. കായംകുളം നഗരസഭയിൽ ചേരാവള്ളി, മുരുക്കമ്പൂടിന് തെക്കുവശം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നത്. വെള്ളം കയറിയതോടെ നഗരസഭ 29-ാം വാർഡിലെ പ്ലാമൂട്ടിൽ ചന്ദ്രന്റെ ഭിന്നശേഷിക്കാരിയായ മകളെയും കുടുംബത്തെയും കായംകുളം ഫയർഫോഴ്സ് എത്തി വീട്ടിൽ നിന്നും മാറ്റി. ചേരാവള്ളി ഭാഗങ്ങളിൽ വിവിധയിടത്ത് വെള്ളം കയറിയിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുവാനുള്ള നടപടികൾ നഗരസഭയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്, തഹസീൽദാരുമായി ബന്ധപ്പെട്ട്, ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി എവിടെയെങ്കിലും ഒരു ക്യാമ്പ് ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സമയമായിട്ടും ഇതുവരെ ക്യാമ്പിൻ്റെ തീരുമാനമെത്തിയിട്ടില്ല. അങ്ങനെ പല ആളുകളും അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ച് അവരുടെ ചില ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇവിടെ ഒരു വികലാംഗയായ ഒരു കുട്ടിയാണ് ഉള്ളത്. ആ കുട്ടി കിടപ്പ് രോഗിയാണ്. ആ കിടപ്പ് രോഗിയും കൊണ്ട് രാവിലെ മുതൽ അവർ കട്ടിൽ പൊക്കി വെച്ച് കട്ടിലിൻ്റെ മണ്ടയ്ക്ക് കിടക്കുക. ഈ ഫയർഫോഴ്സുകാരെ വിളിച്ചിരുന്നു. അവർ വളരെ ആത്മാർത്ഥയോടുകൂടി ഇപ്പോൾ എത്തി അവരെ കരയ്ക്ക് എത്തിച്ചു തന്നു. അവരുടെ ബന്ധുവീട്ടിലോട്ട് വിട്ടിരിക്കുക. കൃഷ്ണപുരത്തും വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മലയൻ കനാലിന്റെ ഭാഗങ്ങളിൽ താമസിക്കുന്ന വീടുകളിലാണ് കൂടുതലായും വെള്ളം കയറിയത്.
മലൈൻ കനാൽ ആഴം കൂട്ടുന്നതിനോ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനോ നടപടി സ്വീകരിക്കാത്തതാണ് മഴക്കാലമായാൽ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറാൻ പ്രധാന കാരണം. പത്തിയൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. പത്തിയൂർ ഉള്ളിട്ട പുഞ്ചയുടെ ഭാഗങ്ങളിലും കരിപ്പുഴ തോടിൻ്റെ ഭാഗങ്ങളിലുമാണ് വെള്ളം കയറിയത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രി പെയ്ത മഴയെ തുടർന്ന് രാത്രി 2 മണി മുതൽ തന്നെ വെള്ളം കയറി തുടങ്ങി. തുടർന്ന് കായംകുളം ഫയർഫോഴ്സ് എത്തി വീടുകളിൽ നിന്നും കിടപ്പ് രോഗികളെയും കുട്ടികളെയും മാറ്റി താമസിപ്പിച്ചു. കായംകുളം പ്രദേശത്തെ വിവിധ റോഡുകളും വെള്ളക്കെട്ടിനടിയിലാണ്. പല റോഡുകളിലും ഓടയില്ലാത്തതോ ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണമോ മൂലമാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ടൈം ന്യൂസ് കായംകുളം. ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ തലവടിയിൽ വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി. 200 മീറ്റർ അകലെയാണ് മേൽക്കൂര ചെന്ന് പതിച്ചത്. തലവടി പഞ്ചായത്ത് 3-ാം വാർഡ് പൂന്തുരുത്തി പട്ടമന 5-ൽ മണിയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത്. കാറ്റിൽ പറന്നുപോയ മേൽക്കൂര 200 മീറ്റർ അകലെയാണ് പതിച്ചത്. അപകടം നടക്കുമ്പോൾ കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയെങ്കിലും ഓടുവീണും വീഴ്ചയിലും നെഞ്ചത്തും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ 1 മണി രാത്രിയായപ്പം ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു നോക്കുമ്പോൾ ഈ ജനലാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൗണ്ട് മേളോട്ട് നോക്കുമ്പോൾ മേൽക്കൂര ഒന്നുമില്ല. ഞങ്ങളാണ് കള്ളക്കടം മേടിച്ചാണ് പൈസ ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ 2 പിള്ളേരെ ഞാൻ ലോൺ എടുത്ത് പഠിപ്പിച്ച് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനാണ് കണ്ണിന് കാഴ്ചയില്ല. എനിക്ക് ഞങ്ങൾക്ക് ഒരു മാർഗമില്ല. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല. സമീപവാസിയായ ലീലാമ്മ രാമേന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നുപോയി. കനത്ത മഴയിൽ തലവടി പഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമായി. ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങി. റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. അന്ധകാരനഴിയിൽ പൊഴിമുറിച്ചു. ചൊവ്വാഴ്ച രാത്രി 9:30 മണിയോടെയാണ് പൊഴിമുറിച്ചത്. കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തിപ്പെട്ടു. കിഴക്കൻ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് നേരിയ ശമനം. അന്ധകാരനഴിയിലെ പൊഴിമുറിച്ചു. ദിവസങ്ങളായി നടന്നുവന്ന പ്രവർത്തനങ്ങളെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി 9:30 മണിയോടെയാണ് പൊഴി മുറിച്ചത്. ഇരുഭാഗത്തെയും തുറന്നുവച്ച ഷട്ടറുകളിലൂടെ ഒഴുകിയെത്തിയ വെള്ളം പൊഴിച്ചാലിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കടലിൽ വേലിയിറക്കമായതോടെ പൊഴി മുറിച്ചു. ഇതോടെ ശക്തിയോടെ വെള്ളം കടലിലേക്ക് ഒഴുകി തുടങ്ങി. കടക്കരപ്പള്ളി, പട്ടണക്കാട്, വയലാർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള വെള്ളം തെക്കേ സ്പിൽവേ വഴിയും കോടന്തുരുത്ത്, കുത്തിത്തോട്, തുറവൂർ പഞ്ചായത്തുകളിലെ വെള്ളം വടക്കേ സ്പിൽവേ വഴിയും പൊഴിച്ചാലിലേക്ക് എത്തിയാണ് കടലിലേക്ക് ഒഴുകുന്നത്. പൊഴിമുറിച്ചതോടെ ഈ മേഖലയിലെ വെള്ളക്കെട്ടിന് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും മേൽനോട്ടത്തിലാണ് പൊഴിമുറിക്കൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. ടൈം ന്യൂസ് ചേർത്തല. കനത്ത മഴയെ തുടർന്ന് ചേർത്തല വയലാർ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. വയലാർ പാലത്തിന് തെക്കുവശത്താണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. കാൽനട യാത്രക്കാർ നീന്തി പോകേണ്ട സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ചേർത്തല വയലാർ റോഡിൽ വയലാർ പാലത്തിന് തെക്കുവശത്താണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഒറ്റ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് പതിവാണ്. നിലയ്ക്കാതെ പെയ്ത കനത്ത മഴ റോഡ് തോടാക്കി. വാഹനയാത്ര മാത്രമല്ല, കാൽനട യാത്ര പോലും ദുഷ്കരമായി. വെള്ളക്കെട്ട് മറികടക്കണമെങ്കിൽ നീന്തി കയറണം. ഇരുചക്ര വാഹനയാത്രികരുടെ സ്ഥിതിയും മറിച്ചല്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ അടഞ്ഞതുമാണ് വെള്ളക്കെട്ടിന് കാരണം. സമീപത്തെ നിരവധി വീടുകളും വെള്ളത്തിലാണ്. നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാകുന്നതാണ്, മനസ്സിലായി. ഇത് മുനിസിപ്പാലിറ്റിയോ PWO ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ ജനം അനുഭവിക്കുന്നത്. വണ്ടി ഓടുന്നില്ല, ഓട്ടോറിക്ഷ ഓടുന്നില്ല, വേറെ ഒരു വാഹനം ഓടുന്നില്ല. ഞങ്ങൾ ദുരിതത്തിലാണ്. ഈ പ്രദേശവാസികൾ മുഴുവൻ ദുരിതത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ 8 വരക്കൽ മുതലുള്ളവർ ഈ ചേർത്തല ടൗണിലേക്ക് വരുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ്. സ്ഥിരമായി ഈ വെള്ളം ഇങ്ങനെ പൊങ്ങുന്നത് എല്ലാ വീടുകളിലും ഇന്റർലോക്ക് എന്നുള്ള സംവിധാനം വന്നാൽ വെള്ളം താഴാൻ പറ്റാത്തൊരവസ്ഥയും കൃത്യമായൊരു വഴി ഉണ്ടാകാതെ വെള്ളം ഒഴുകി പോകാനുള്ളൊരു വഴിയില്ലാത്തതാണ് ഇത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇന്റർലോക്ക് തന്നെ ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ വെള്ളം താഴാൻ പറ്റാത്തൊരവസ്ഥ. ടൈം ന്യൂസ് ചേർത്തല. സംസ്ഥാന സർക്കാരിൻ്റെ വിഷു ബമ്പർ ഭാഗ്യം ആലപ്പുഴ കൈതവനയിലെ തൃക്കാർത്തിക ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് 12 കോടി അടിച്ചത്. VC 490987 എന്ന നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ആലപ്പുഴ കൈതവനയിലുള്ള അനിൽകുമാറിന്റെ ലോട്ടറി ഏജൻസി വഴി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാമത്തെ സമ്മാനം ലഭിച്ചത്. സബ് ഏജന്റായ ജയലക്ഷ്മി വിറ്റ ടിക്കറ്റാണ് സമ്മാനാർഹമായത്.
തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഗോർക്കി ഭവനിൽ വെച്ച് 2 മണിയോടെയാണ് നറുക്കെടുപ്പ് നടന്നത്. 12 കോടിയാണ് വിഷു ബമ്പറിന്റെ ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി വീതം 6 പരമ്പരകൾക്ക് വീതം നൽകും. ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളിയിൽ വീണ്ടും അമിതമായ വൈദ്യുതി പ്രവാഹം. വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റു. കടക്കരപ്പള്ളി പഞ്ചായത്ത് 9-ാം വാർഡ് കല്യാണപ്പറമ്പിൽ വിജയലക്ഷ്മിക്കാണ് ഷോക്കേറ്റത്. കുറച്ച് ദിവസം മുമ്പ് സമീപത്ത് തന്നെ മറ്റൊരു വീട്ടിൽ വീട്ടമ്മയ്ക്കും പേരക്കുട്ടിക്കും ഷോക്കേറ്റിരുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ചേർത്തല ഒറ്റപ്പുന്നയ്ക്ക് സമീപത്ത് കടക്കരപ്പള്ളി പഞ്ചായത്ത് 9-ാം വാർഡിൽ കല്യാണപ്പറമ്പ് ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ വിജയലക്ഷ്മിക്കാണ് വൈദ്യുതാഘാതമേറ്റത്. അടുക്കളയിൽ ചായ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷോക്കേറ്റത്. ചായക്കപ്പ് തെറിച്ചു പോവുകയായിരുന്നു. തറയിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റത്. വീട്ടിലും മുറ്റത്തുമൊക്കെ വൈദ്യുതി പ്രവഹിച്ചെന്ന് വേണം കരുതാൻ. ELCB ഓഫായതിനാൽ അപകടം ഒഴിവായി. ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവിച്ചതെന്ന് വെച്ചാൽ ചായ എടുത്ത് ഇങ്ങനെ പാത്രത്തിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരത്തേക്കാണ് ഒരു ഒച്ച കേട്ടുണ്ടെങ്കിൽ ഞാൻ വാതിക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരമാണ് ഈ ചായ പാത്രം തെറിച്ച് ദൂരെ പോകുന്ന ഒച്ചയും കേട്ട്. അന്നേരം ചേട്ടത്തിക്ക് പെട്ടെന്ന് കാലിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരു മരവല് പോലെ വന്ന് എറുത്തടിക്കുന്ന പോലെ ഈ ചെവി മുതൽ ഇങ്ങനെ അങ്ങോട്ട് വന്ന് പാത്രം എല്ലാം കൂടെ തെറിച്ച് ചേട്ടി അങ്ങോട്ട് ചരിഞ്ഞ് വീഴുമായിരുന്നു. അത്രയാണ് സംഭവിച്ചത്. അന്നേരം ഞങ്ങൾ പിന്നെ അപ്പുറത്ത് ചേച്ചിയൊക്കെ കൂടെ വന്നാണ് പൊക്കിയെടുത്തത്. സംഭവിച്ചത് അന്നേരം എന്താ ഈ എർത്തടിക്കുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് പേടിച്ച് ഞങ്ങൾ പുറത്തോട്ട് പോകുന്നു. പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോമർ പൊട്ടുന്ന ആ ഒരു ശബ്ദവും കേട്ട് കറണ്ടും പോയി. കത്തിപ്പോയി സംഭവിച്ചത്. അത് തന്നെ കഴിഞ്ഞ ദിവസം അപ്പുറത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഒരു പേടി. ആ കൊച്ചിൻ്റെ കൈ പൊള്ളുകയൊക്കെ ചെയ്ത് അപ്പുറത്തെ വീട്ടിലെ അടുത്തുള്ള ട്രാൻസ്ഫോമറിൽ വലിയ ശബ്ദം കേട്ടെന്നും പരിസരവാസികൾ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് സമീപത്തെ കളത്തിപ്പറമ്പ് നാസറിൻ്റെ വീട്ടിലും അമിതമായി വൈദ്യുതി പ്രവാഹമുണ്ടായി. നാസറിൻ്റെ ഭാര്യ റഷീദയ്ക്കും പേരക്കുട്ടി 1.5 വയസ്സുള്ള ഇഷാനും ഷോക്കേറ്റിരുന്നു. ഇത് വാർത്തയുമായതാണ്. ഇതിനിടെ ഈ മേഖലയിലെ നിരവധി പേർക്ക് ഷോക്കേറ്റിട്ടുണ്ട്. അമിതമായി വൈദ്യുതി പ്രവഹിക്കുന്നത് സമീപത്തൂടി പോകുന്ന 11 kV ലൈനുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമാണെന്ന് KSEB അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും അതിന് പരിഹാരമുണ്ടായിട്ടില്ല എന്നതാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അമിത വൈദ്യുതി പ്രവാഹം മൂലമുള്ള വൈദ്യുതി പേടിയിലാണ് ഈ മേഖലയിലെ 100 കണക്കിന് ജനങ്ങൾ. അപകടമുണ്ടാകുമ്പോൾ അധികൃതർ വന്നിട്ട് പോകും. പക്ഷേ പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ടൈം ന്യൂസ് ചേർത്തല. കാറിനുള്ളിൽ ആവേശം സിനിമാ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ നടപടി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയാണ് നടപടി സ്വീകരിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് ദാഹിച്ചുകൊണ്ട് കുറച്ച് കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഒരു കട നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ചേച്ചിയൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നത്. എന്തും ഇവിടെ നടക്കുന്നു. താങ്ക് യു. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ. ആദ്യം പറയാം, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ, അതിൻ്റെ അകത്ത് ഒരു കരിക്ക് വെള്ളം കുടിച്ച് അതിപ്പോൾ കരിക്ക് കഴിച്ചിട്ടില്ല. സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. RTO വാഹനം പിടിച്ചെടുത്തു. കാർ ഓടിച്ചിരുന്ന സൂര്യനാരായണൻ്റെ ലൈസൻസ് 1 കൊല്ലത്തേക്ക് റദ്ദാക്കി. വാഹനത്തിൻ്റെ RCയും ക്യാൻസൽ ചെയ്തു. എടപ്പാളിൽ പരിശീലനത്തിന് പോകാനും മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഇക്കാര്യങ്ങൾ യൂട്യൂബിനെ അറിയിക്കും. വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവരെ ആലപ്പുഴയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നടപടി സ്വീകരിച്ചത്. ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് RTO AK രമണൻ പറഞ്ഞു. ശ്രീ സജു TS എന്ന പേരിൽ അറിയപ്പെടുന്ന തകടിയൻ കലവൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള KL4AR 8740 എന്ന് പറയുന്ന ടാറ്റ സഫാരി മോട്ടോർ വാഹനം, മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ്, അതിനകത്ത് അനധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മറ്റ് 3 സുഹൃത്തുക്കളും ചേർന്ന് പുറകിൽ 7 സീറ്റുള്ള വണ്ടിയാണിത്. 7 സീറ്റുള്ള ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടതിന് ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിൻ്റെയും ഏറ്റവും ബാക്ക് റോയിലുള്ള സീറ്റിൻ്റെയും ഇടയിലെ ഒരു വെള്ളം നിറച്ച്, പടുതയിൽ വെള്ളം നിറച്ച് താൽക്കാലികമായ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സംവിധാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചതിന് ശേഷം അതിനകത്ത് ഒരാൾ, സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കാറ് ഓടിക്കുകയും റോഡിലൂടെ
അപകടകരമായി ഈ വാഹനം റോഡിലൂടെ ഓടിക്കുകയും ബാക്കി സജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കാറിൻ്റെ സ്വിമ്മിംഗ് പൂളിനകത്ത് കിടന്നുകൊണ്ട് ആഘോഷിക്കുന്നത് അവർ തന്നെ അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ സ്വിമ്മിംഗ് പൂൾ താൽക്കാലികമായി ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിനകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വണ്ടിക്കകത്തേക്ക് തന്നെ ലീക്കായി വാഹനത്തിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തുൾപ്പെടെയുള്ള പല സ്ഥലത്തേക്കും വെള്ളം എത്തി. ആ വെള്ളം എത്തിയതിന് ശേഷം ഡോറിലുള്ള എയർ ബാഗ് അത് ഡാമേജായി പൊട്ടി പുറത്തേക്ക് വന്നു. ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോർ തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു. ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ, റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടത്. അത് വളരെ അപകടകരമായി. ഇത് മാത്രമല്ല, ആ ഭാഗത്തുള്ള പൂന്തോപ്പ് എന്ന് പറയുന്ന ആ ഭാഗത്തൊരു സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു. കുട്ടികളെല്ലാം കൂടി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു. അതും വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ ദുഷ്ചെയ്തികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ടൈം ന്യൂസ് ആലപ്പുഴ. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിലാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ തുടർച്ചയായി 6ാം തവണയും 100% വിജയം നേടി. 7 ഫുൾ A+ഉം 4 9 A+ഉം നേടി. ഹയർ സെക്കൻഡറിയിലും മികച്ച വിജയം കൈവരിച്ചു. സയൻസ് വിഭാഗത്തിൽ 96%, കൊമേഴ്സിൽ 91.5%മാണ് വിജയം. സംസ്ഥാനത്തെ 860 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 35ാം സ്ഥാനവും ആലപ്പുഴ ജില്ലയിൽ 5ാം സ്ഥാനവും ചേർത്തല ഉപജില്ലയിൽ 2ാം സ്ഥാനവുമാണ് സ്കൂളിനുള്ളത്. അനുമോദന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന് അത്ര വലിയ പ്രാധാന്യമാണ് ഉള്ളത്. എല്ലാവരും ഡോക്ടറാവണം, എല്ലാവരും എൻജിനീയർ ആവണം, എല്ലാവരും ആ നിലയിലുള്ള വലിയ ജോലികൾക്ക് പ്രാപ്തമാകുന്ന വലിയ വിദ്യാഭ്യാസം ആർജിക്കണം എന്നുള്ള നിർബന്ധം നമ്മൾ പിടിക്കേണ്ടതായിട്ടില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, അവരുടേതായിട്ടുള്ള പ്രാപ്തിയുണ്ട്. ആ നിലയിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയണം. പഠനം ഒരു ആ നിലയിലുള്ള പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കരുതണം. അപ്പോൾ SSLC നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അത് പാസ്സാകുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ SB ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇന്ദിര ജനാർദ്ദനൻ, ബീന തങ്കരാജ്, UG ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ കവിത ഷാജി, AK ഷെരീഫ്, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ J സജി, PTA വൈസ് പ്രസിഡന്റ് സലി പുത്തഞ്ചിറ, പ്രഥമാധ്യാപിക TK ജിനു, HSS സീനിയർ അസിസ്റ്റന്റ് മരിയ രശ്മി, HS വിഭാഗം സീനിയർ അസിസ്റ്റന്റ് N ഗീത എന്നിവർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ H രതി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PS ശിവാനന്ദൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത തിരുവിഴയിൽ വാഹനാപകടം. ബൈക്കുകളും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ കൂടിയായ ഓട്ടോകാസ്റ്റ് ജീവനക്കാരൻ മരിച്ചു. തിരുവിഴ കിഴക്ക് തോണ്ടയ്ക്കൽ M ബൈജുമോനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. AITUC യൂണിയൻ സെക്രട്ടറിയാണ് ബൈജുമോൻ. ബൈക്കുകളും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് ഓട്ടോ ഡ്രൈവറായ ഓട്ടോകാസ്റ്റ് ജീവനക്കാരൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 18ാം വാർഡിൽ തിരുവിഴ കിഴക്ക് തോണ്ടയ്ക്കൽ M ബൈജുമോൻ മരിച്ചത്. 50 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 5:45 തിരുവിഴ ജംഗ്ഷന് സമീപത്താണ് അപകടം. 2 ബൈക്കുകളും ബൈജുമോൻ ഓടിച്ചിരുന്ന ഓട്ടോയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ബൈജുമോനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോ ഡ്രൈവറാണ്
ഓട്ടോകാസ്റ്റിലെ താൽക്കാലിക ജീവനക്കാരനായ ബൈജു മോൻ AITUC യൂണിയൻ സെക്രട്ടറി കൂടിയാണ്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസ് അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചമ്പക്കുളത്തെ കുടുംബ വീട്ടിൽ നടക്കും. സമുദായത്തിനും സംഘടനയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവാണ് വിട പറഞ്ഞത്. വിശ്വകർമ്മജരുടെ നായകനായി ദീർഘകാലം പ്രസിഡന്റ് പദവിയിൽ തുടർന്നു. മൃതദേഹം ചെങ്ങന്നൂരിലെ വിശ്വകർമ്മ സഭ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരത്തോടെ ചമ്പക്കുളത്തെ കുടുംബ വീട്ടിലെത്തിച്ചു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക്. ചേർത്തലയിലെ ലോട്ടറി ഓഫീസിൻ്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നുവെന്ന് പരാതി. BSNL കണക്ടിവിറ്റി പലപ്പോഴും ലഭിക്കാതിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. ചേർത്തലയിലെ ലോട്ടറി ഓഫീസിൻ്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലാവുന്നു. ചേർത്തല കോടതിക്കാലയ്ക്ക് വടക്കുവശത്തുള്ള സംസ്ഥാന ലോട്ടറിയുടെ സബ് ഓഫീസിൻ്റെ പ്രവർത്തനമാണ് പലപ്പോഴും താളം തെറ്റുന്നത്. BSNL ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭിക്കാത്തതാണ് കാരണമെന്ന് ജീവനക്കാരും ഏജന്റുമാരും യൂണിയൻ നേതാക്കളും പറയുന്നു. ഈ ഓഫീസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ പൂർണ്ണമായി ഇവിടെ നെറ്റ് കിട്ടുകയുള്ളൂ. നെറ്റ് സംവിധാനം BSNL ആണ് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള BSNLൻ്റെ തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഇവിടെ നിരവധിയായ ഏജൻറ്റുമാരും വിൽപ്പനക്കാരും ഇവിടെ ചെറുകിട വിൽപ്പനക്കാരും എല്ലാം വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ട ഒരു സ്റ്റേജിലാണ്. നെറ്റില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ചുരുങ്ങിയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ADLOയും മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടെ പോയി ആലപ്പുഴ ജില്ലാ ഓഫീസിൽ പോയിട്ടാണ് ടിക്കറ്റ് അടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്ത് ഇവിടെ കൈപ്പടയിൽ എഴുതി കൊടുക്കുകയാണ്. ഇന്നലെ ടിക്കറ്റ് നിങ്ങൾക്ക് അടിച്ചു, നിങ്ങളത് എടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെയാണത്തെ സ്ഥിതിയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല പ്രാവശ്യവും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. ഇത് അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITUവിൻ്റെ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ശക്തമായ ഒരു ആവശ്യമാണിത്. ഇത് ദൈനംദിനമായി ഈ ചേർത്തല ഓഫീസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ്. അതേപോലെ തന്നെ ഇത് ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ ചേർത്തല മുനിസിപ്പാലിറ്റി നമ്പറിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കെട്ടിടമാണ്. ഇവിടെ വരുന്നതിൻ്റെ വാതിൽ കിടക്കുന്ന ഈ അഴുക്ക് വെള്ളം മുഴുവനും ചവിട്ടി വേണം ഇവിടെ നീന്തി കയറണമെങ്കിൽ. ഇവിടെ ലോട്ടറി എടുക്കാൻ വരുന്ന തൊഴിലാളികൾക്ക്, വനിതകൾ ഉൾപ്പെടെയുള്ള ലോട്ടറി ഏജൻറ്റുമാരായിട്ടുള്ള തൊഴിലാളികൾ, ഏജൻറ്റുമാരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന തൊഴിലാളികൾ, ഇവർക്കൊന്നും ഒരു മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം പോലും ചെയ്യുന്നില്ല. അത് പല പ്രാവശ്യവും ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതുപോലും അടിയന്തരമായി പരിഹരിക്കുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ പ്രൈസ് ടിക്കറ്റ് നൽകി ടിക്കറ്റ് വാങ്ങാനാവാത്തതാണ് പ്രധാന പ്രതിസന്ധി. ജീവനക്കാർ ആലപ്പുഴ ഓഫീസിൽ പോയിട്ടാണ് പലപ്പോഴും പ്രതിസന്ധി പരിഹരിക്കുന്നത്. ലോട്ടറി വിൽപ്പനക്കാരും ഏജന്റുമാരും വലിയ ബുദ്ധിമുട്ടും നേരിടുന്നു. മഴ എത്തിയതോടെ ഓഫീസ് പരിസരം വെള്ളക്കെട്ടിലുമായി. വെള്ളം നീന്തി വേണം ഓഫീസിലെത്താൻ. ടോയ്ലറ്റ് സൗകര്യവും ഇല്ലെന്ന് ഏജന്റുമാർ പറയുന്നു. 100 കണക്കിന് ആളുകൾ ദിവസേന എത്തുന്ന ചേർത്തല ലോട്ടറി ഓഫീസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് വിൽപ്പനക്കാരുടെയും ഏജന്റുമാരുടെയും ആവശ്യം. ടൈം ന്യൂസ് ചേർത്തല. കഞ്ഞിക്കുഴിയിൽ യുവകർഷകന് കൈത്താങ്ങായി AIYF യൂത്ത് ഫോഴ്സ്. കനത്ത മഴയിൽ വെള്ളത്തിലായ കപ്പ കൃഷി വിളവെടുത്ത് വിൽപ്പന നടത്തിയാണ് AIYF പ്രവർത്തകർ യുവകർഷകന് തുണയായത്. കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായ കപ്പ കൃഷിക്ക് വിളവെടുക്കുവാനും വിൽപ്പനയ്ക്കുമായി സജ്ജീകരണം ഒരുക്കിയത് AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിൻ്റെ ചേർത്തല സൗത്ത് മണ്ഡലം കമ്മിറ്റി. കഞ്ഞിക്കുഴി സ്വദേശിയായ യുവകർഷകൻ സുജിത്തിൻ്റെ തോണ്ടംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ 3 ഏക്കറിലായി ഉണ്ടായിരുന്ന 2000 ചുവട് കപ്പ കൃഷിയാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായത്. കപ്പ പെട്ടെന്ന് ഒരുമിച്ച് വിളവെടുക്കേണ്ടി വന്നതും 5000 കിലോ കപ്പ ഒരുമിച്ച് വിപണി കണ്ടെത്തേണ്ടി വന്നതുമാണ് കർഷകനെ പ്രതിസന്ധിയിലാക്കിയത്. AIYF ജില്ലാ പ്രസിഡന്റ് ബൈ രഞ്ജിത്ത്, ചേർത്തല സൗത്ത് മണ്ഡലം സെക്രട്ടറി ബ്രൈറ്റ് S പ്രസാദ്, പ്രസിഡന്റ് വിശാൽ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിളവെടുപ്പും വിപണിയും ദ്രുതഗതിയിൽ സാധ്യമാക്കി. തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത കപ്പ തൊട്ടടുത്ത പുത്തനമ്പലം ജംഗ്ഷന് സമീപം വിൽപ്പന നടത്തി. തുക കർഷകന് കൈമാറിയതോടെ വലിയ കൃഷിനാശത്തിനും സാമ്പത്തിക ബാധ്യതയ്ക്കും പരിഹാരമായി. രഞ്ജിത്ത് കാർത്തികേയൻ, അശ്വതി, അജയ് കൃഷ്ണൻ, അർജുൻ, S കുമാർ എന്നിവർ പങ്കാളികളായി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല സെൻറ് മേരീസ് പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി കാൽനടയാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന മണൽച്ചിറ പൊട്ടിച്ചു. തെക്കൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് മണൽച്ചിറ പൊട്ടിച്ചത്. ചേർത്തല നഗരഹൃദയത്തിലെ സെൻറ് മേരീസ് പാലം പൊളിച്ചിട്ട് 1 കൊല്ലം പിന്നിടുന്നു. പുനർനിർമ്മാണത്തിനും കാൽനടയാത്രക്കാർക്കും വേണ്ടി പാലത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക മണൽച്ചിറ പൊളിച്ചു. മഴ കനത്തതോടെ തെക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി.
മാലിന്യം കെട്ടിക്കിടക്കുന്നതും വലിയ പരാതിക്ക് വഴിയൊരുക്കി. ഈ പശ്ചാത്തലത്തിലാണ് ബണ്ട് പൊട്ടിച്ചുവിടാൻ നഗരസഭ നിർദ്ദേശം നൽകിയത്. ഇതോടെ നീരൊഴുക്ക് സുഗമമായി. കാൽനടയാത്രക്കാർക്കായി വടക്കുവശത്ത് നിർമ്മിച്ച ഇരുമ്പ് പാലം തുറന്നുകൊടുത്തു. MLA ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചത്. ബണ്ട് പൊളിച്ചതിനാലാണ് ഉദ്ഘാടനത്തിന് മുമ്പ് പാലം തുറന്നുകൊടുത്തത്. ടൈം ന്യൂസ്, ചേർത്തല. പണവള്ളി ക്വാളിറ്റി കമ്പനിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പണവള്ളി ക്വാളിറ്റി കമ്പനിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KB ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ നിതിൻ ജോർജ് അധ്യക്ഷനായി. സ്വർണ്ണ നിതിൻ, വിനയ നിവിൻ എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മാനേജർ D പുരുഷോത്തമൻ, നൌഷാദ് കൊച്ചുതറ, ഗ്രേസി ജോർജ്, സജി മാത്യു, നീതു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, പൂച്ചാക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിൽ ദുരിതപ്പെയ്ത്ത് തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്, നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അന്തകാനഴിയിൽ പൊഴി മുറിച്ചു. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയാണ് പൊഴി മുറിച്ചത്. കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തം. കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിന് നേരിയ ശമനം. ചേർത്തല കടക്കരപ്പള്ളിയിൽ വീണ്ടും അമിതമായ വൈദ്യുതി പ്രവാഹം. വീട്ടമ്മയ്ക്ക് ഷോക്കേറ്റു. കടക്കരപ്പള്ളി 9-ാം വാർഡിൽ കല്യാണപ്പറമ്പിൽ വിജയലക്ഷ്മിക്കാണ് ഷോക്കേറ്റത്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്കും പേരക്കുട്ടിക്കും ഷോക്കേറ്റിരുന്നു. കാറിനുള്ളിൽ ആവേശം സിനിമാ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ നടപടി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയാണ് നടപടി സ്വീകരിച്ചത്. ചേർത്തലയിലെ ലോട്ടറി ഓഫീസിന്റെ പ്രവർത്തനം പലപ്പോഴും പ്രതിസന്ധിയിലാവുന്നു. BSNL കണക്ടിവിറ്റി ലഭിക്കാതെ വരുന്നതാണ് കാരണമെന്ന് പരാതി. സംസ്ഥാന സർക്കാരിൻ്റെ വിഷു ബമ്പർ 12 കോടി ആലപ്പുഴയിൽ. ആലപ്പുഴ കൈതവനയിൽ നിന്ന് അനിൽകുമാറിൻ്റെ ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഭാഗ്യം കടാക്ഷിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.